ഒരു രാഷ്ട്രീയ നേതാവിന്റെ ഏറ്റവും അപകടം പിടിച്ച സാഹചര്യത്തിലാണ് അൻവർ ഇപ്പോൾ എത്തി നിൽക്കുന്നത്. തമിഴ്നാട് വഴി ബംഗാളിൽ പോയി കെട്ടിയുണ്ടാക്കി വന്ന ദീദി പാർട്ടിയായ തൃണമൂൽ കോൺഗ്രസിന് മത്സരിക്കാൻ പറ്റില്ല. ഇതോടെ ആ വഴിക്കുണ്ടാക്കിയ ജനകീയ പ്രതിരോധ പ്രതിപക്ഷ മുന്നണിയായ JPPM ജനിക്കും മുമ്പേ ഇല്ലാതായിരിക്കുന്നു. ഒടുക്കം അരവിന്ദ് കെജ്രിവാളിന്റെ ഒറ്റവിളിയിൽ കേരളത്തിൽ ആകെ ഉണ്ടായിരുന്ന 4-3 7 AAP വോട്ടുകളും അൻവറിനില്ല എന്ന് ഉറപ്പിച്ചു പറയുകയും ചെയ്തതോടെ അൻവറിസം എന്ന ഈയാമ്പാറ്റ ചിറകൊടിഞ്ഞ് മണ്ണിൽ വീണ് തുടങ്ങി എന്ന് തന്നെ പറയാം. സത്യം പറഞ്ഞാൽ ഇതൊരു പൊളിറ്റിക്കൽ സൂയിസൈഡ് അഥവാ രാഷ്ട്രീയപരമായ ആത്മഹത്യ തന്നെയാണ്. ഇനി സ്വന്തമായി മത്സരിച്ച് വിജയിച്ചാൽ മാത്രമേ അൻവറിന് എന്തെങ്കിലും ഒരു രക്ഷയുള്ളൂ. എന്തായാലും ജയിച്ചേ പറ്റൂ. അല്ലാത്ത പക്ഷം ആര്യാടൻ ഷൗക്കത്താണ് വിജയിച്ചത് എങ്കിൽ സതീശനിസത്തോട് തോറ്റടിയറവ് പറയേണ്ടി വരും അൻവറിന്. അത്തരത്തിൽ വലിയ പുകിലാണ് അൻവർ ഈ കുറച്ചു ദിവസം കൊണ്ട് നിലമ്പൂരങ്ങാടിയിൽ ഉണ്ടാക്കി കൂട്ടിയിരിക്കുന്നത്. അതുമാത്രവുമല്ല, താൻ കൂടെ നിന്നാൽ പോലും വിജയിക്കാത്ത സ്ഥാനാർത്ഥിയാണ് ഷൗക്കത്ത് എന്ന് പറഞ്ഞ് മാധ്യമങ്ങളിൽ മുഴുവൻ നിറഞ്ഞാടിയതും ഇതേ അൻവറായിരുന്നു. ഇനി സ്വരാജാണ് വിജയിക്കുന്നത് എങ്കിൽ തലയിൽ മുണ്ടിട്ട് ഓടാൻ പോലും പറ്റാത്ത അവസ്ഥയിലായി പോകും കാര്യങ്ങൾ. പിണറായിസത്തോട് യുദ്ധം ചെയ്തുകൊണ്ടാണല്ലോ ഈ വക എല്ലാ കലാപരിപാടികളും ഇപ്പോൾ അരങ്ങേറുന്നത്. അവിടെ സ്വരാജ് തന്നെ വിജയിച്ചാൽ പിണറായിസവും വിജയിക്കും, അൻവറിസം വീണ്ടും മണ്ണോടടിയും. നഷ്ടം വീണ്ടും അൻവറിനു മാത്രം. ഇനി ഇതൊക്കെ പോട്ടെ എന്ന് വെക്കുക. നോമിനേഷൻ പത്രിക പിൻവലിക്കുന്ന അവസാന ദിവസത്തിനു ശേഷം പത്രികയും പിൻവലിച്ചുകൊണ്ട് ലീഗിന്റെ കാലുപിടിച്ച് UDFന്റെ അസോസിയേറ്റ് അംഗമായി എങ്ങനെയെങ്കിലും സതീശനോടിക്കുന്ന വണ്ടിയുടെ ചവിട്ടുപടിയിൽ നിൽക്കാൻ സാധിച്ചാൽ വീണ്ടും അവിടെ വിജയിക്കുന്നത് ആര്യാടനായിരിക്കും. ഇതോടെ വീണ്ടും അൻവർ പറഞ്ഞത് ആനമണ്ടത്തരമായി മാറുകയും നഷ്ടം അൻവറിന്റെ തോളിലിരിക്കുകയും ചെയ്യുമ്പോൾ സതീശന് കുതിരപ്പവൻ. ഇനി അൻവറിനെ കൂടെ കൂട്ടിയിട്ടും ആര്യാടൻ തോൽക്കുകയും സ്വരാജ് വിജയിക്കുകയും ചെയ്താലും നാണക്കേട് അൻവറിന് മാത്രം. ആര്യാടൻ ജയിച്ചാലും തോറ്റാലും പണി അവറാന് എന്ന് പറയും പോലെ അൻവറിനായിരിക്കും. കഴിഞ്ഞ 48 മണിക്കൂറായിട്ട് അൻവർ സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും മുഴുവൻ സതീഷിനെതിരായിട്ടാണ്. അതെ, മുഖ്യമന്ത്രിക്കും പ്രതിപക്ഷ നേതാവിനുമെതിരെ യുദ്ധം ചെയ്തുകൊണ്ടാണ് അൻവർ നടത്തുന്ന നീക്കം. അത്തരമൊരു നീക്കം വിചിത്രമായ ഒന്നാണ്. അതേറെക്കുറെ വിജയിക്കാൻ പോകുന്നില്ല എന്ന് അൻവറിന് തന്നെ ബോധ്യമാകുമ്പോൾ സൗദിയിൽ നിന്നും സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ ഒരു കോളിനു വേണ്ടിയോ കാത്തിരിക്കുകയാണ്. അതെ, ഈ സ്വതന്ത്രനായി കെട്ടിക്കിട്ടിയ നോമിനേഷൻ പിൻവലിക്കണോ എന്നറിയാൻ. അല്ലെങ്കിൽ KC വേണുഗോപാലും കൈയൊഴിഞ്ഞ സ്ഥിതിക്ക് പ്രിയങ്കയുടെ വരവിനായിരിക്കും അൻവറിൽ ആകെയുള്ള പ്രതീക്ഷ. ഇവിടെ ആകെ മൊത്തം അൻവറിനെ ഒന്ന് എടുത്തു നോക്കിയാൽ മനസ്സിലാകും, 2026 വിജയിക്കാൻ പാകത്തിന് ആ മണ്ഡലം അൻവറിന് ആരെങ്കിലും തീരെഴുതി കൊടുക്കണം. അതിനാണ് UDF വാഴും മണ്ണിൽ ആ വഴിക്കൊരു പിടുത്തം പിടിക്കാൻ അൻവർ നോക്കിയത്. പക്ഷേ അത് നടന്നില്ല. പിന്നെ വലിയൊരു ബിസിനസ്സുകാരനായ അൻവർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആഫ്രിക്കയിൽ നിന്ന് നേരെ വന്ന് സ്ഥാനാർത്ഥിയായി ജീപ്പിൽ തോരണം തൂക്കി ഇറങ്ങുകയാണ് ഉണ്ടായത്. അല്ലാതെ ഗ്രൗണ്ട് ലെവലിൽ ഇറങ്ങി ഒരു പണിയും എടുത്തിട്ടില്ല. പകരം അൻവറിന് വേണ്ടി അൻവർ അന്ന് കൂടെ നിന്നിരുന്നു എന്നതുകൊണ്ട് തന്നെ ആ പണിയൊക്കെ ചെയ്ത് CPM-ഉം DYFI-യും പ്രവർത്തകരുമായിരുന്നു. ആ തെരഞ്ഞെടുപ്പിന് വേണ്ടി എല്ലാ കോപ്പ് കൂട്ടിയതും CPM ആയിരുന്നു. അതുകൊണ്ട് കഷ്ടിച്ചാണ് VV പ്രകാശ് എന്ന ജനകീയ നേതാവിനോട് അൻവർ ഒന്ന് വിജയിച്ചു കയറിയത്. അൻവറിനോട് ഒന്നേ പറയാനുള്ളൂ, ഇതുകൊണ്ടൊക്കെ തന്നെ നടന്നു നീങ്ങിയത് മുഴുവൻ പാതാളത്തിലേക്കായി പോയി. വെച്ച എല്ലാ രാഷ്ട്രീയ ചുവടും പിഴച്ചും പോയി. ഇനി പണത്തിന്റെ ഹുങ്ക് കൊണ്ട് സുൽത്താനായി വാഴാമെന്ന് കരുതിയാൽ അതിന് നിലമ്പൂരങ്ങാടി കിട്ടുകയില്ല.